അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയമുള്ളവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളോടൊപ്പം ഇരിക്കുന്ന സമയത്ത് ഒരു വ്യക്തിയെ അവർക്ക് പരിചയപ്പെടുത്തുകയാണ്. അയാൾ മറ്റൊരു പ്രദേശത്തുള്ള തൻ്റെ സ്നേഹിതനെ കാണാൻ വേണ്ടി, സന്ദർശിക്കാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടതാണ്. അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് ഒരു മലക്കിനെ അള്ളാഹു മനുഷ്യരൂപത്തിൽ നിയോഗിച്ചു. വഴിയിൽ വെച്ച് ഈ മലക്ക് ആ വ്യക്തിയോട് ചോദിക്കുകയാണ്, എങ്ങോട്ടാണ് യാത്ര? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്ന സ്ഥലത്തുള്ള എൻ്റെ സുഹൃത്തിനെ കാണാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടതാണ്. മലക്കിൻ്റെ ചോദ്യം, വല്ല ഉപകാരവും ചെയ്തതിൻ്റെ പേരിൽ തിരിച്ച് ഉപകാരം ചെയ്യാൻ വേണ്ടിയാണോ നിങ്ങൾ ആ വ്യക്തിയെ സന്ദർശിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, അല്ല, ഒരിക്കലുമല്ല. അഹ്ബബ്തുഹു ഫില്ലാഹ്, അള്ളാഹുവിൻ്റെ കാര്യത്തിൽ ഞാൻ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു. ആ ഒരു ബന്ധത്തിൻ്റെ പേരിലാണ് ഞാൻ അദ്ദേഹത്തെ സന്ദർശിക്കുന്നത്. അപ്പോൾ മലക്ക് നൽകിയ മറുപടി, അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നതിലേറെ അള്ളാഹു നിങ്ങളെയും സ്നേഹിക്കുന്നു എന്ന് മലക്ക് അദ്ദേഹത്തോട് പറഞ്ഞു എന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബകൾക്ക് വിശദീകരിച്ചു കൊടുത്തത്. പ്രിയമുള്ളവരെ, പരസ്പരം സന്ദർശിക്കുന്നതിൻ്റെ പ്രാധാന്യം, നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരാളെ സ്നേഹിച്ചാൽ അള്ളാഹു നമ്മളെയും സ്നേഹിക്കുമെന്നതിൻ്റെ ഒരു വലിയ പാഠമാണ് പ്രവാചകൻ പഠിപ്പിച്ച ഈ സംഭവത്തിൽ നിന്ന്, അറിയിച്ച ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്. നമ്മളൊരാളെ സ്നേഹിക്കുന്നത്, നമ്മളൊരാൾക്ക് സഹായവും ഒത്താശവും ചെയ്തു കൊടുക്കുന്നത് അയാളിൽ നിന്ന് എന്തെങ്കിലും ഗുണം പ്രതീക്ഷിച്ചു കൊണ്ടാവരുത്, മറിച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലം മാത്രമായിരിക്കണം ആ സഹായത്തിൻ്റെ, സന്ദർശനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ പ്രേരകമായി മാറേണ്ടത്. അപ്പോഴാണ് അള്ളാഹു നമ്മെ സ്നേഹിക്കുന്നത്. ഇങ്ങനെ പരസ്പരം സ്നേഹിക്കാനും സന്ദർശിക്കാനും ഒത്താശകൾ ചെയ്തു കൊടുക്കാനും കഴിയുമ്പോൾ, നമുക്ക് സാധിക്കുമ്പോൾ, അത് വല്ലാത്ത ഒരു ഹൃദയബന്ധമാണ് അവിടെ സ്ഥാപിക്കപ്പെടുന്നത് എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.